ലക്കി ബീന്, എലിഫന്റ് ക്രീപ്പർ, സെൻറ് തോമസ് സീ ബീന് എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഇത് ഞങ്ങളുടെ നാട്ടിൽ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ദേഹത്ത് വരുന്ന നീർക്കെട്ടിന്, സന്ധിവാതത്തിനൊക്കെ കർക്കിടകത്തിൽ ഇതിൻ്റെ കഞ്ഞി വെച്ച് കുടിച്ചാൽ നല്ലതാണ്. പണ്ടുകാലത്ത് വീട്ടിലെ നെഗറ്റിവിറ്റി പോകാൻ വേണ്ടി ഇത് പുകയ്ക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വെള്ളത്തിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇത് വെച്ച് കഞ്ഞി വെക്കുന്നത്. ഇങ്ങനെ കൊട്ടുമ്പോൾ അത് വിട്ടുപോരും. ഇങ്ങനത്തെ 2 കായുടെ അകത്തെ വിത്ത് വേണം മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ. 8 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇന്നലെ ഒഴിച്ചു വെച്ച വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര മക്കുചൊവ വരും. 1 കിലോ ഉണക്കലരി നന്നായി കഴുകി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം മിക്സിയിൽ അരച്ചെടുക്കണം. ഇതുപോലെ അരഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. അരിക്ക് 1 തേങ്ങ വേണം. ഇത് ഇച്ചിരി വെള്ളം കൂടെ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഒഴിക്കണം. കഞ്ഞി നന്നായിട്ട് വെന്തുടയണം. എന്നിട്ട് വേണം ഈ മരുന്ന് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ. ആഫ്രിക്കൻ ഡ്രീം ബീൻസ്, മക്കങ്കായ, ഇങ്ങനെ പല പേരുണ്ട് ഇതിന്. ഓരോ രാജ്യത്ത് ഇതിന് ഓരോ പേരാണ്. വെന്ത് കഴിഞ്ഞാണ് ഇതിൻ്റെ അകത്ത് ഇത് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ലാസ്റ്റ് ഒഴിക്കണം. 1 തേങ്ങ ചിരണ്ടി ഇതിൽ ഇടണം. ഇത് 1 കിലോ അരിക്ക് 1 തേങ്ങ ചിരണ്ടിയത്. 1/2 കിലോ ആണെങ്കിൽ ദേഹത്തുണ്ടാകുന്ന നീർക്കെട്ടിനൊക്കെ ഇത് നല്ലതാണ്. ഉള്ളിയും വെളുത്തുള്ളിയും വേണം ഇതിൽ അരിഞ്ഞ് നെയ്ക്കകത്ത് മൂപ്പിച്ചിടണം. 2 വലിയ സ്പൂൺ നെയ്യ് വേണം ഇതിൻ്റെ അകത്ത് താളിച്ചൊഴിക്കാൻ. ഇതാണ് ഇതിൻ്റെ പാകം. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ അല്ലെങ്കിൽ ഗോൾഡൻ കളറാകുമ്പോൾ ഈ കഞ്ഞിയിലോട്ട് ഒഴിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ആണ് കഴിക്കേണ്ടത്. ഇതിൽ ഇച്ചിരി കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. ഇതിൽ കുറയാൻ പാടില്ല.